സ്വാമി, നമ്മുടെ തലയിൽ മുടിയില്ലേ, അതുപോലെ ആത്മാവിന്റെ അകത്ത് മുടിയുണ്ടോ? ഉണ്ടോ? ആവട്ടെ, എന്റെ തലയൊന്നും വരുമോ പന്ത് കളിക്കാൻ? എന്താ വണ്ടി ചീത്തയായി പോയോ? ഞാൻ നന്നായി തരട്ടെ. എന്താ? ഇന്നെന്റെ റോസിയുടെ പിറന്നാളാ. പ്രാർത്ഥിക്കാൻ ഒരു മെഴുതിരി ചോദിച്ചിട്ട് ആരും തരണില്ല. 36 വിചാരിച്ചാല് എനിക്കൊരു മെഴുതിരി കിട്ടുമോ? ഞാൻ നോക്കട്ടെ. പഴത്തിന് കയറ ഞാക്കട ഇട്ടോളാം, ഞങ്ങൾ ഇട്ടോളാം. ഒരു മെഴുകുതിരി തരുമോ? ഇല്ല. ഓ, ഇനി തീ കൊണ്ട് കളിക്കാത്ത കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയല്ലായി. കളിക്കാനല്ല, പ്രാർത്ഥിക്കാനാ. തിരി ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ മതി. കൊടുത്തില്ല എന്ന് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞോളാം. പറ്റൂല, വെറുതെ തല്ലുകൊള്ളാതെ പോണേ. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഒരു മെഴുകുതിരി തരുമോ? ഞാൻ പുറത്തു വീണു. ആർക്കെങ്കിലും എന്തേലും വേണോ? ജോണി, നീ കരയണ്ടേ. ഞാൻ പുറത്തു പോയി നിറയെ തിരി വാങ്ങിച്ചോണ്ടരാ. എന്റെ കാശില്ല. എന്റെ കയ്യിലുണ്ട്. താൻ എന്താ സംബന്ധമായി പറഞ്ഞത്? താൻ എങ്ങനെയാ പുറത്തു പോവുക? വെറുതെ കുളൂസ് അടിക്കാതെടോ. ബെറ്റുണ്ടോ? പന്തയമുണ്ടോ? ഉണ്ട്. ഞാൻ വരുന്നവരെ ആരും ഇതേപ്പറ്റി മിണ്ടരുത്. ഈ പൂ തരൂ. ഒന്നിന് പോയിട്ടോ. അതെ, പോയിട്ടോ. കിടുപിടി. ഇത് ഞാൻ തരും. അരമണിക്കൂർ നിന്റെ ഉടുപ്പ് എനിക്ക് തന്നിട്ട് എന്റെ ബെഡിൽ കിടക്കണം. പുതച്ചു കിടന്നാ മതി, ആളറിയത്തില്ല. എന്നിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം അയ്യടാ പോയിട്ട് വരുമല്ലയോ? നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ. 10 വിലുവ കണ്ടാ നാരായണപിള്ള വരണ്ടോ എന്ന് ചോദിച്ചല്ലോടാ. ചുരുട്ടി കൈ വെച്ചോ, പണത്തണങ്ങുന്നു. നീ എന്റെ സ്വഭാവം മാറ്റരുത്. നിനക്കെടുത്താതെ പോടേ. നീ എന്നെ നശിപ്പിച്ച് കിടങ്ങുമല്ലേടാ. അരമണിക്കൂറിനകത്ത് വരുവോടെ? ഓ, വണ്ടി എടുത്തു. ഹോസ്പിറ്റലിലേക്ക് വിട്. താനാ 36 വഴി പോകുന്ന കണ്ടോ? ഏത് 36?
ആ വിനോദ് ഇല്ല. ഡ്രൈവർ സിസ്റ്റർ യെസ് ഡോക്ടർ. 36 അത് എവിടെന്ന്? ഞാനിവിടെ ഉണ്ട്. അയ്യോ, നീ എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത്. നേരത്തിനും കാലത്തിനും ഒക്കെ തിരിച്ചു വരണം. വഴിയിലെങ്കിൽ വായി നോക്കി വെക്കല്ലേ. മിണ്ടാതെ എന്റെ കട്ടിൽ പോയി മൂടി പോയിച്ച് കടാ. ആ പട്ടാളം എങ്ങാനും കണ്ട. പട്ടാളോ വർമ്മ വർമ്മ, നിന്റെയും എന്റെയും ജീവിതം കട്ടപ്പോക. കിടക്കുന്ന കണ്ടില്ലേ മൊട്ട. ഇയാടെ ഗതിയിലാവും ജീവിച്ചിരിക്കുന്ന ശവം. ഇയാളെന്താ സംസാരിക്കാത്ത? ഊമയാണോ? അല്ല, ആക്കിയതാ. എന്തിന്? ഇവിടെ കിടന്ന് വെളച്ചിൽ കാണിച്ചതിന്. അറ്റ കൈക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതുവഴി ഒരു ഉണ്ട കയറ്റി തലച്ചോറിനകത്തിട്ട് ഒരു കറക്കം. ചോറും പരിപ്പും അവിയലും സാമ്പാറും എല്ലാം കൂടെ പുളിശ്ശേരി പരുവത്തിലാവും. പിന്നെ ആട്ടവും ഇല്ല, അനക്കവും ഇല്ല. ചാവണത് വരെ ഇങ്ങനെ കിടക്കും. ആ, കോമ എന്നോ കുത്തെന്നോ ഒക്കെയാ ഡോക്ടർ ഇതിന് പറയുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോണം. അല്ലെങ്കിൽ നീ കോമയിലും ആയി പോവും, എന്റെ സർവീസ് ഫുൾ സ്റ്റോപ്പിലും ആയി പോവും. അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ, കണ്ണാടി പൊട്ടിപ്പോവും. പോയിട്ട് വാ. കഷ്ടം. അവൻ എവിടെ പോയി തൊലഞ്ഞു? അയ്യോ, ചുമ്മാ ഇരിക്കടാ. എനിക്ക് മരുന്ന് കുടിക്കണം. ഇനോ എണിക്കാൻ മരുന്ന് കുടിക്കണമെന്നേ. എണിക്കാൻ എണിക്കാൻ പറഞ്ഞില്ലേ? മരുന്ന് കുടിക്കണം. എണിക്കാൻ എണിക്കാൻ പറഞ്ഞില്ലേ? മരുന്ന് കുടിക്കണം. ആന്റണി, വിനോദ് എണിക്ക. മരുന്ന് കുടിക്കണം. എണിക്കാൻ പറഞ്ഞില്ലേ? ഇവനൊന്ന് എണിപ്പിക്ക. പുതപ്പ് നീയോ? Put him in the cell. നാളെ മുതൽ താൻ ഇവിടെ വരണമെന്നില്ല. യു ആർ ഡിസ്മിസ്ഡ്. അപ്പൂപ്പ, ഞാൻ അയച്ചു. അപ്പൂപ്പ, ഞാൻ മറ്റേ വായി അയച്ചിട്ടുണ്ട്. ഇങ്ങേതാ ചവിട്ടേ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല.
ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോടെ അമ്മ സാർ. ആരുമെങ്കിൽ ഇല്ലേടേ? വയ്യ ഇരിക്ക സാർ. കൂപ്പിട്ടടേ. നാരായണ, ഓ നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ, പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താൻ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വാക്താനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ.